Question number 56. Which of the following equation is wrong? ഏതാണ് റോങ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻസ് ആണല്ലേ. പി ഇസിക്കൽ ടു വി ഐ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പി ഇസിക്കൽ ടു ഐ സ്ക്വയർഡ് ആർ കറക്റ്റ് ആണ്. പി ഇസിക്കൽ ടു വി സ്ക്വയർഡ് ബൈ ആറും കറക്റ്റ് ആണ്. പക്ഷേ പി ഇസിക്കൽ ടു വി ബൈ ആർ സ്ക്വയർ റോങ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പി ഇസിക്കൽ ടു വി ബൈ ആർ സ്ക്വയർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ കപ്പാസിറ്റീവ് റിയാക്ടൻസ്, അതിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് നമുക്കറിയാം എക്സ് സി ആണല്ലേ. എക്സ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എക്സ് സി ഇസിക്കൽ ടു 1/c ഒമേഗ എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഒമേഗയ്ക്ക് 2πf എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തെന്ന് വരും? 1/c ഇൻറ്റു 2πf എന്ന് വരും. ഓക്കെ, അതായത് ഒന്ന് റീഅറേഞ്ച് കഴിഞ്ഞാൽ 1/2πfc എന്ന് വരും. ഓപ്ഷൻസ് നോക്കുക. 1/2πfc ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഡ്മിറ്റൻസ് y ഈക്വൽ ടു, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണല്ലേ, അഡ്മിറ്റൻസ് വെച്ചിട്ടുള്ളത്. നമ്മൾ എന്തെന്നാ പറഞ്ഞത്? അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് വെക്റ്റർ സം ഓഫ് കണ്ടക്റ്റൻസ് ആൻഡ് സസെപ്റ്റൻസ് ആണല്ലേ. കണ്ടക്റ്റൻസിൻ്റെയും സസെപ്റ്റൻസിൻ്റെയും വെക്റ്റർ സം ആണ് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. ഓൾസോ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ്. അതായത് y ഇസിക്കൽ ടു 1/z ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഏത് ആൻസർ വരിക? ഓപ്ഷൻ എ, y ഇസിക്കൽ ടു 1/z ആണ്. 1 ഇംപിഡൻസ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ് ആണ് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സസെപ്റ്റൻസ് ബി ഇസിക്കൽ ടു, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണല്ലേ. സസെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ സസെപ്റ്റൻസ്? ഈ കാണുന്നതാണ്, ഇതാണ് കണ്ടക്റ്റൻസ്. ഈ ജി എന്ന് പറയുന്നത് കണ്ടക്റ്റൻസും ഈ ബി എന്ന് പറയുന്നത് സസെപ്റ്റൻസും ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സസെപ്റ്റൻസിൻ്റെ ടേംസിലാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. സസെപ്റ്റൻസ് ബി ഇസിക്കൽ ടു r/z, x/z², r/z², x/z. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ. ബി എ ചോദിച്ചിരിക്കുന്നത്. ബി എന്ന് പറഞ്ഞാൽ അഡ്മിറ്റൻസിൻ്റെ കമ്പോണൻസ് ആണ്. അത് y ഇസിക്കൽ ടു ജി പ്ലസ് ജെ ബിയിലെ അഡ്മിറ്റൻസിൻ്റെ രണ്ട് ഇമാജിനറി പാർട്ട് വരുന്ന ടേമാണ് ബി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഏതിൻ്റെ ടേംസിലാണ്? ആറും ഇസഡും എക്സും ഒക്കെ വെച്ചിട്ടാണ്. ആറും ഇസഡ് എക്സ് ഒക്കെ എന്താ? ഇസഡിൻ്റെ കമ്പോണൻസ് അല്ലേ. അതായത് ഇംപിഡൻസ് ഇസഡ് ഇസിക്കൽ ടു ആർ പ്ലസ് ജെ എക്സ് ആണ്. ഓക്കെ, നമുക്കറിയാം ഇംപിഡൻസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് അഡ്മിറ്റൻസ് ആണ്, അല്ലെങ്കിൽ അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ് ആണ്. അതുപോലെ ഈ ആറും ജിയും എക്സും ബിയും തമ്മിലും റിലേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ബി ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഇംപിഡൻസ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ട് കേസ് ഇംപിഡൻസ് ട്രയാങ്കിളും അഡ്മിറ്റൻസ് ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇംപിഡൻസ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ്. ഇത് ആംഗിൾ ഫൈ ആണെങ്കിൽ ദിസ് ഈസ് ആർ, ദിസ് ഈസ് എക്സ് ആൻഡ് ദിസ് ഈസ് ഇസഡ്. ഇസഡ് സ്ക്വയർ ഇസിക്കൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് കോഴ്സ് തിയറം. ഇനി ഇതുപോലെ അഡ്മിറ്റൻസ് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി വൈ ആൻഡ് ദ കമ്പോണൻസ് ആർ റെസിസ്റ്റൻസിൻ്റെ പാരലായിട്ട് വരുന്നത് കണ്ടക്റ്റൻസ് ആയിരിക്കും, റിയാക്ടൻസിന് പാരലായിട്ട് വരുന്നതായിരിക്കും സസെപ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ രണ്ട് ട്രയാങ്കിളും വരച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാ? ബി ആണല്ലേ. അപ്പോൾ ബീനെ ഇൻ ടേംസ് ഓഫ് ഈ ഫൈ ഒന്ന് എഴുതി നോക്കാം. ഇവിടെ സൈൻ ഫൈ എടുത്തു കഴിഞ്ഞാൽ എന്തെന്ന് വരും? സൈൻ ഫൈ എടുത്തു കഴിഞ്ഞാൽ ബി ബൈ വൈ എന്ന് കിട്ടും അല്ലേ. സൈൻ ഫൈ ഇസിക്കൽ ടു ബി ബൈ വൈ എന്ന് കിട്ടും. അല്ലെങ്കിൽ ബി ഇസിക്കൽ ടു വൈ സൈൻ ഫൈ എന്ന് എഴുതാലോ. ബി ഇസിക്കൽ ടു വൈ സൈൻ ഫൈ എന്ന് എഴുതാലോ. ഓക്കെ, അതുപോലെ ഇവിടെ ഞാനൊന്ന് സൈൻ ഫൈ എഴുതുകയാണ്. ഈ ഇംപിഡൻസ് ട്രയാങ്കിളിൽ സൈൻ ഫൈ എഴുതുകയാണ്. ഇവിടെ സൈൻ ഫൈ എഴുതി കഴിഞ്ഞാൽ എന്തെന്ന് വരും? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ എക്സ് ബൈ ഇസഡ് എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി ഈ ബീനെ ആർ എക്സ് ഇസഡ് ഇതിൻ്റെ ടേംസിലേക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് എഴുതുകയാണ്. ഈ ബി ഇസിക്കൽ ടു വൈ സൈൻ ഫൈ നമുക്ക് കിട്ടി. അതായത് ബി ഇസിക്കൽ ടു വൈ സൈൻ ഫൈ എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ വൈക്ക് നമുക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1/z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരാം. വൈ ഇസിക്കൽ ടു 1/z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഇവിടെ 1/z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ സൈൻ ഫൈക്ക് ഞാൻ ഇംപിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് കിട്ടിയ x/z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സൈൻ ഫൈക്ക് x/z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്തെന്ന് കിട്ടി? മൊത്തത്തിൽ x ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ എന്ന് കിട്ടിയില്ലേ? x ഡിവൈഡ് ബൈ ഇസഡ് സ്ക്വയർ എന്ന് കിട്ടി. ഏതിനെ? ബി.
അപ്പോൾ ആ ഓപ്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ബി ഈസ് ഈക്വൽ ടു എക്സ് ബൈ ഇസഡ് സ്ക്വയർ. ഓപ്ഷൻ ഡി. ഡി ഈസ് ദ ആൻസർ. ഓക്കെ, ഇതുപോലെ ആറും എക്സും ജിയും ബിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് ഇങ്ങനെ അറിഞ്ഞിരിക്കുക. രണ്ട് ട്രയാങ്കിളും, ഇംപെഡൻസ് ട്രയാങ്കിളും അഡ്മിറ്റൻസ് ട്രയാങ്കിളും വരച്ച് അതിൽ നിന്ന് ഫൈയുടെ ടേംസിൽ സൈൻ ഫൈയോ കോസ് ഫൈയോ ഏതിൻ്റെ ടേംസിലാണോ കിട്ടുന്നത് അതനുസരിച്ച് ഇക്വേഷൻസ് രണ്ടിൽ നിന്നും എഴുതിയിട്ട് കമ്പൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. Then next question, 2 wattmeters W1 and W2 are connected in a 3-phase circuit to measure 1 kilowatt load at 0.5 power factor. Okay, which of the following reading will be correct? Okay, എന്താ ചോദിച്ചിരിക്കുന്നത്? 2 wattmeter മെത്തേഡ് ആണല്ലേ. 3-phase പവർ മെഷർമെൻറ്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു മെയിൻ മെത്തേഡാണ് 2 wattmeter മെത്തേഡ്. 2 wattmeter മെത്തേഡ് അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് പവർ ഫാക്ടേഴ്സിൽ റീഡിങ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ബാലൻസ്ഡ് ലോഡ് അൺബാലൻസ്ഡ് ലോഡ് രണ്ടും മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് 2 wattmeter മെത്തേഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1 kilowatt ലോഡ് മെഷർ ചെയ്യുമ്പോൾ പവർ ഫാക്ടർ കിട്ടിയിരിക്കുന്നത് 0.5 ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് കറക്റ്റ്? W1 reads 500 watts, W2 reads 500 watts. അതായത് W1 ഈക്വൽ ടു W2 എന്നല്ലേ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. W1 ഈസ് ഈക്വൽ ടു W2 എന്നുള്ളതാണ് ഈ ഇൻഡിക്കേഷൻ. ദെൻ സെക്കൻഡ് വൺ, W1 reads 1500, W2 attempt to read നെഗറ്റീവ് വാല്യൂ. ഓക്കെ, അതായത് ഒരെണ്ണം പോസിറ്റീവ്, സെക്കൻഡ് വൺ നെഗറ്റീവ്. അതാണ് ഈ സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്. ഓക്കെ, തേർഡ് ഓപ്ഷനോ W1 reads 1000 watts, W2 reads 0. അതായത് ഒരെണ്ണത്തിന് റീഡിംഗ് ഉണ്ട്, മറ്റത് 0. അതാണ് ഈ ഓപ്ഷൻ. ലാസ്റ്റ് ഓപ്ഷൻ ഈ 1000 watts എന്നുള്ളതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുക. 750 + 250 എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആക്റ്റീവ് പവറിൻ്റെ റീഡിംഗ് ആണ് എന്ത്? ഈ 1 kilowatt എന്ന് പറയുന്നത്, അതായത് 1000 watts എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 wattmeter റീഡിംഗ് ആയിട്ട് W1 ഉം W2 ആയിട്ട് എങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് റീഡ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പവർ ഫാക്ടറിൻ്റെ ടേംസിൽ, പവർ ഫാക്ടർ കോസ് ഫൈയുടെ ടേംസിൽ അല്ലെങ്കിൽ ഫൈയുടെ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ ഓരോ വാട്ട്മീറ്റേഴ്സിൻ്റെ റീഡിങ്സിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കിയതാണ്. ഓക്കെ, ഇവിടെ പവർ ഫാക്ടർ എത്രയാണെന്ന് പറയുന്നുണ്ട്? 0.5 ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 0.5 പവർ ഫാക്ടർ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 0.5 പവർ ഫാക്ടറിലെ റീഡിങ്സിൻ്റെ കണ്ടീഷൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? പവർ ഫാക്ടർ 0.5 ആകുമ്പോൾ കോസ് ഫൈ ഈക്വൽ ടു 0.5. അപ്പോൾ ഫൈയുടെ വാല്യൂ എന്തായി? ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 60 വരല്ലേ? ഓക്കെ, 60 ഡിഗ്രി 5, കോസ് 60 ആണ് 0.5 എന്ന് പറയുന്നത്. അപ്പോൾ ഫൈയുടെ വാല്യൂ 60 ഡിഗ്രി ആയിരിക്കും. ഈ ഫൈയുടെ വാല്യൂ 60 ഡിഗ്രി വരുമ്പോൾ W1 W2 റീഡിങ്സ് എങ്ങനെയാണ് എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ W1 W2 രണ്ട് റീഡിങ്സ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ മെത്തേഡൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ്? W1 എന്ന് പറയുന്നത് ഒരു കോസ് 30 + 5ഉം W2 എന്ന് പറയുന്നത് കോസ് 30 - 5ഉം ടേംസ് വരുന്ന രണ്ട് ഇക്വേഷൻസ് കിട്ടുക അല്ലേ. 3VI cos 30 + 5ഉം 3VI cos 30 - 5ഉം. ഓക്കെ, ആ VI എന്നുള്ള ടേമിന് ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഓക്കെ, അപ്പോൾ ഫൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് W1 W2 വരുന്ന ചേഞ്ചസ് അറിയാൻ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഫൈയുടെ വാല്യൂ 60 എന്ന് കിട്ടി. ഫൈയുടെ വാല്യൂ 60 ആണെങ്കിൽ എന്ത് പറ്റും? ഇപ്പോൾ ഈ W1ൻ്റെ റീഡിങ് എന്തെന്ന് വരും? cos 30 + 60 അല്ലെങ്കിൽ cos 90 എന്ന് വരും. cos 90 എന്ന് പറയുന്നത് 0 അല്ലേ? ഓക്കെ, cos 90 0 ആയിട്ട്, അപ്പോൾ ഒരു വാട്ട്മീറ്റർ റീഡിങ് 0 ആകും എന്ന ഇൻഡിക്കേഷൻ ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അതായത് W1 0 ആകും എന്നൊരു ഇൻഡിക്കേഷൻ കിട്ടും. ഇനി W2 എന്ന് പറയുന്നതോ 60, cos 30 - 60, cos 30 വരും. cos - θ എന്ന് പറഞ്ഞാൽ cos θ തന്നെയാണ്. അപ്പോൾ cos 30 വരും, അവിടെ ഒരു റീഡിങ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 0.5 പവർ ഫാക്ടർ ആണെങ്കിൽ ഒരു വാട്ട്മീറ്റർ റീഡിങ് 0 ആകും എന്നുള്ളൊരു കേസാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കേസ് നമ്മളിവിടെ പറയുന്നുണ്ട്. W1 reads 0 and W2 reads the full wattmeter, full load KW. ഓക്കെ, അതായത് ഇവിടെ 1000 watts ആണ്. അപ്പോൾ ഒരു വാട്ട്മീറ്റർ 0 റീഡ് ചെയ്യും, മറ്റേ വാട്ട്മീറ്റർ ഇവിടെ തന്നിരിക്കുന്ന ലോഡ് എത്രയാണോ ആ ലോഡ്
ആ പവർ ആക്റ്റീവ് പവർ റീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, W1 റീഡ്സ് 1000 വാട്ട്സ് ആൻഡ് W2 റീഡ്സ് 0. ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓർത്തിരിക്കുമെന്നും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട, അതൊരു ടേബിളായിട്ട് തന്നെ പഠിച്ച് വെക്കുക കേട്ടോ. അതായത് പവർ ഫാക്ടർ വേരി ചെയ്യുമ്പോൾ 0 പവർ ഫാക്ടർ യൂണിറ്റി ആയിരിക്കുമ്പോൾ എന്താണ് കണ്ടീഷൻ, അതുപോലെ പവർ ഫാക്ടർ 0.5 ആയിരിക്കും എന്താണ് യൂണിറ്റി ആണെങ്കിൽ എന്ത് പറ്റും, പവർ ഫാക്ടർ യൂണിറ്റി എന്ന് പറഞ്ഞാൽ cos 5 = 1 എന്നാണ് അർത്ഥം. cos 5 1 ആണെങ്കിൽ 5യുടെ വാല്യൂ എന്തെന്ന് വരും, 5 = 0 വരും അല്ലേ. 5 = 0 വരും. 5 = 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ W1 W2 വാട്ട് മീറ്റർ റീഡിങ്സിന് എന്ത് വ്യത്യാസം വരിക, cos 30 cos 30 എന്നാവും രണ്ടും അല്ലേ, രണ്ടും cos 30 എന്നാവും. ഇത് രണ്ടും ഈക്വൽ റീഡിങ്സ് ആയിരിക്കും. W1 = W2 എന്നുള്ളൊരു കണ്ടീഷനായിരിക്കും ഇവിടെ വരിക. W1 = W2 എന്നുള്ളൊരു കണ്ടീഷനായിരിക്കും ഇവിടെ വരിക. ഇനി ഇതിനകത്ത് പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ആക്റ്റീവ് പവർ P എന്ന് പറയുന്നത് 2 വാട്ട് മീറ്റേഴ്സിൻ്റെയും സം ആയിരിക്കും. റിയാക്റ്റീവ് പവർ Q എന്ന് പറയുന്നത് √3 ടൈംസ് വാട്ട് മീറ്റർ റീഡിങ്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. ഈ ടേംസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പലതവണ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എന്നാലും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് പിന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യാം കേട്ടോ.